നമസ്കാരം. ഇവരെന്തിനാണ് മരണത്തെ സ്വയം പുൽകാൻ ഇത്രമാത്രം വെമ്പൽ കൊള്ളുന്നത്? ഏതെങ്കിലും ബന്ധുവിനോടോ സുഹൃത്തിനോടോ പങ്കുവച്ചാൽ പോലും പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്ന നിസ്സാര കാര്യങ്ങളുടെ പേരിൽ സ്വന്തം ജീവിതത്തിന് പൂർണ്ണ വിരാമമിടാൻ ഇവരെന്തിന് തിടുക്കം കാട്ടുന്നു? യുഎയിലെ മലയാളി സമൂഹത്തിനിടയിൽ വർദ്ധിക്കുന്ന ആത്മഹത്യാ പ്രവണതയിൽ ഖിന്നരായി പലരും ചോദിക്കുന്ന ഉത്തരം കിട്ടാത്ത ചോദ്യമാണിത്. കുടുംബാംഗങ്ങൾക്ക് പോലും കൃത്യമായി അറിയാത്ത കാര്യങ്ങളാൽ ജീവിതം സ്വയം അവസാനിപ്പിക്കുന്നവരിൽ യുവാക്കളാണ് ഏറ്റവും കൂടുതൽ. COVID-19 കാലത്ത് ഒന്നിലേറെ പ്രവാസി മലയാളി ബിസിനസ്സുകാർ ജീവനൊടുക്കിയപ്പോൾ ഇപ്പോഴിതാ വിവാഹിതരായ യുവാക്കൾ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത കണ്ടുവരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ UAEയിൽ 2 മലയാളി യുവതികളാണ് സ്വയം മരണം വരിച്ചത്. ഇതോടെ ഈ ചോദ്യം വീണ്ടും പ്രസക്തമാകുന്നു. കൊല്ലം ചവറ സ്വദേശിനി അതുല്യ എന്ന 30-കാരിയെ വെള്ളിയാഴ്ച രാത്രിയാണ് ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് അതുല്യയുടെ കുടുംബവും ഭർത്താവ് സതീഷും ആരോപിക്കുന്നു. എന്നാൽ സതീഷിന്റെ കൊടിയ പീഡനം മൂലമാണ് അതുല്യ മരിച്ചതെന്നാണ് കുടുംബം ചവറ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഇതിന്റെ തെളിവായി ഫോട്ടോകളും വീഡിയോകളും ഹാജരാക്കിയിട്ടുണ്ട്. കൊല്ലം കേരളപുരം സ്വദേശിനി വിഭജിക എന്ന 33-കാരി 1.5 വയസ്സ് മാത്രമുള്ള ഏക മകളെ കഴുത്ത് ഞെരിച്ച് കൊന്ന ശേഷം കുഞ്ഞിനെ കെട്ടിത്തൂക്കുകയും കാറിന്റെ മറ്റേ അറ്റത്ത് കുടുക്കുണ്ടാക്കി സ്വയം തൂങ്ങി മരിക്കുകയുമായിരുന്നു. ദുബായിൽ ഫെസിലിറ്റീസ് എഞ്ചിനീയറായ ഭർത്താവ് നിതീഷിൽ നിന്നും അയാളുടെ സഹോദരി നീതു, പിതാവ് മോഹനൻ എന്നിവരിൽ നിന്നേറ്റ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ കാരണമാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന ദീർഘമായ കത്ത് ഫേസ്ബുക്ക് പേജിൽ പിന്നീട് പ്രത്യക്ഷപ്പെട്ടു. 2022 ദുബായിൽ യൂട്യൂബ് ബ്ലോഗറും ആൽബം താരവുമായ കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിനി റിഫ മെഹനു എന്ന 20-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചർച്ചാ വിഷയമായിരുന്നു. സംഭവത്തിന് 1 മാസം മുൻപ് ദുബായിലെത്തിയ യുവതി ഭർത്താവ് മെഹനുവിനൊപ്പമായിരുന്നു താമസം. ഭർത്താവുമായുള്ള വഴക്കാണ് ആത്മഹത്യക്കുള്ള കാരണമെന്ന് പിന്നീട് കണ്ടെത്തുകയും സംഭവം നാട്ടിൽ വൻ വിവാദത്തിന് കാരണമാവുകയും ചെയ്തു. 2024 മെയിൽ ഹുജൈറയിൽ താമസിച്ചിരുന്ന ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം താരമായ തിരുവനന്തപുരം സ്വദേശിനി ഷാനിഫ ബാബു എന്ന 37-കാരി കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചു. നിർമ്മാണ കമ്പനി നടത്തിയിരുന്ന സനൂജ് ബഷീർ കോയയാണ് ഭർത്താവ്. ഷാനിഫ മരിച്ചതായി സനൂജ് ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചിരുന്നു. സംഭവം നടക്കുമ്പോൾ ഷാനിഫയുടെ ഭർത്താവ്, ദുബായിൽ നിന്നെത്തിയ ഷാനിഫയുടെ അമ്മ, 2 പെൺമക്കൾ എന്നിവർ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു. 2018 ഏപ്രിൽ മലയാളി നേഴ്സ് സുജാ സിംഗിനെ ജോലി ചെയ്യുന്ന അൽ ഐനിലെ സ്വകാര്യ ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ച നിലയിൽ കണ്ടെത്തി. ഉത്തരേന്ത്യക്കാരനെ വിവാഹം കഴിച്ചിരുന്ന സുജ വിവാഹമോചിതയായിരുന്നു. മരണം നടന്നയുടൻ വിദേശത്ത് പഠിക്കുന്ന ഇവരുടെ 2 മക്കളെ ആശുപത്രി അധികൃതർ മരണവിവരം അറിയിച്ചെങ്കിലും പ്രതികൂല മറുപടിയായിരുന്നു ലഭിച്ചത്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിലും കുടുംബാംഗങ്ങൾ താല്പര്യം കാണിച്ചിരുന്നില്ല. ഈ സംഭവങ്ങളിൽ ഭൂരിഭാഗത്തിന്റെയും പ്രധാന കാരണം ഗാർഹിക പീഡനമാണ്. തന്റേതെന്ന് മാത്രം കരുതുന്ന ഭർത്താവിനോടൊപ്പം പ്രവാസ ലോകത്തെത്തുകയും ഇവിടെ അയാളിൽ നിന്ന് അവഗണനയും ക്രൂരതയും ഏൽക്കുമ്പോഴുണ്ടാകുന്ന തകർച്ച തന്നെയാണ് പല യുവതികളെയും കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇവരുടെ മാതാപിതാക്കൾ കൂടെ ഇല്ലാതാവുകയും പ്രശ്നത്തിൽ ഒറ്റപ്പെടുകയും ചെയ്യുമ്പോൾ മനസ്സിന്റെ താളം തെറ്റിപ്പോകുന്ന നിമിഷത്തിൽ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ഒരു മരണം നടന്നാൽ അത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന 2 കാര്യങ്ങളാണ് ആദ്യം പോലീസ് അന്വേഷിക്കുക. UAEയിലടക്കം ഗൾഫ് രാജ്യങ്ങളിൽ ആത്മഹത്യ നിയമവിരുദ്ധമാണ്. ആത്മഹത്യ ഇസ്ലാമികപരമായും ഗുരുതര കുറ്റം തന്നെയാണ്. ആത്മഹത്യ ചെയ്തയാളെ വിചാരണ ചെയ്യാൻ കഴിയാത്തതിനാൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും മറ്റൊരാളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും കുറ്റമായി കണക്കാക്കപ്പെടുന്നു. ആത്മഹത്യ ചെയ്യാൻ മറ്റൊരാളെ ഏതെങ്കിലും വിധത്തിൽ പ്രേരിപ്പിക്കുകയോ സഹായിക്കുകയും ചെയ്യുന്ന ആൾക്ക് പരമാവധി 5 വർഷം വരെ തടവ് ലഭിക്കാവുന്നതാണെന്ന് ഫെഡറൽ നിയമം 3 ആർട്ടിക്കിൾ 335 പ്രത്യേകമായി വ്യക്തമാക്കുന്നു. പീനൽ കോഡിലെ ആർട്ടിക്കിൾ 335 അനുസരിച്ച് ഒരാളെ ആത്മഹത്യക്ക് സഹായിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നത് ക്രിമിനൽ പ്രവൃത്തിയാണ്. ആരെങ്കിലും മറ്റൊരാളുടെ ആത്മഹത്യാ ശ്രമത്തിൽ സഹായിക്കുകയോ അവർക്ക് അതിനുള്ള മാർഗങ്ങൾ നൽകുകയോ ചെയ്താൽ, പ്രത്യേകിച്ച് ആ പ്രവൃത്തി മരണത്തിൽ കലാശിച്ചാൽ, അവരെ നിയമപരമായി ശിക്ഷിക്കുന്നതായിരിക്കും.